ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ലെബനാനുമായിട്ടുള്ള സീസ് ഫയർ പൂർണ്ണമായിട്ടും ഇസ്രായേൽ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ്, എക്സിറ്റ് ആയിരിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം ഈ ലെബനാനിലെ സീസ് ഫയർ എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ റൈറ്റ്സ് ഉള്ളത്. ഇത് പണ്ട് തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് റിസർവ് ചെയ്തുകൊണ്ടാണ് ലെബനാനിലുള്ള സീസ് ഫയർ കൊടുത്തത്. ലെബനാനിൽ നിന്നും ലെബനാന്റെ ഭാഗത്തു നിന്നും മെറ്റുല ഭാഗത്തേക്ക് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് 6 റോക്കറ്റുകൾ വന്നതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു സീസ് ഫയർ ലംഘനം നടത്തിക്കൊണ്ട് ഇസ്രായേൽ അങ്ങോട്ട് ആക്രമണം നടത്തിയിരിക്കുന്നത്. തുടരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഹിസ്ബുള്ള ശരിക്കും പറയുന്നത് ഞങ്ങൾ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളല്ല ഈ ഒരു റോക്കറ്റ് വിട്ട് ആക്രമണം നടത്തിയത് എന്നാണ് കാല് പിടിച്ച് പറയുന്ന ഒരു അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഹിസ്ബുള്ളയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് HTS വല്ലതും ഈ പരിപാടി കാണിച്ചതാണോ എന്നുള്ള ഡൗട്ടും കൂടെ ഇല്ലാതില്ല. പക്ഷെ എന്തായാലും ഹിസ്ബുള്ളയ്ക്ക് നല്ലൊരു പണി ആയിട്ടുണ്ട്, അത് മാത്രം വളരെ വ്യക്തമാണ്. ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്ത് ഒരു റോക്കറ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് വന്നുകൊണ്ടിരുന്നത് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺഫർമേഷൻസും കാര്യങ്ങളുമായിട്ടുള്ള ചെറിയ തോതിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ലെബനന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇസ്രായേൽ റെപ്രസെന്റേറ്റീവ്, അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള ലെബനാന്റെ പുതിയ ഗവൺമെന്റ് ഉണ്ടല്ലോ, ജോസഫ് ആവോൻ, പുള്ളിയുടെ നേതൃത്വത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. അപ്പൊ എന്തായാലും ഈ റോക്കറ്റ് ആരാണ് ഫയർ ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ലെബനാൻ പറയേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് പറയാതിരിക്കുന്നിടത്തോളം ഇസ്രായേൽ ഈ ഒരു സീസ് ഫയർ കൺസിഡർ ചെയ്യില്ല എന്നുള്ളതാണ്. ഏത് മൊമെന്റിലും അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊരു സൈഡിൽ നടക്കുക തന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ AG അറ്റോർണി ജനറൽ മിയാറയ്ക്കെതിരെയുള്ള വിശ്വാസ വോട്ടെടുപ്പ് അതിൽ നിരുപാധികം പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് ഓൾമോസ്റ്റ് ഓൾ ദ സെനറ്റ് പീപ്പിൾ എല്ലാവരും തന്നെ ഒത്തൊരുമിച്ചാണ് വോട്ടിട്ട് ഈ മിയാറയെ പുറത്താക്കിയിരിക്കുന്നത്. മിയാറ എന്ന് പറഞ്ഞ ഈ ഒരു ലേഡി അറ്റോർണി ജനറലിനെ അനുകൂലിച്ചുകൊണ്ട് സോളിഡാരിറ്റി പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഇങ്ങനത്തെ തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ പ്രൊട്ടസ്റ്റ് നടത്തുകയുണ്ടായി ഇസ്രായേലിന്റെ ഉള്ളിൽ. ആ ഒരു ഇമേജാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ ഇമേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ കുറച്ച് ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് പ്രൊട്ടസ്റ്റ് നടത്തുകയുണ്ടായി ജെറുസലേമിൽ. ഇതിലുപരിയായിട്ട് ഒരു മാസ് പ്രൊട്ടസ്റ്റ് നടന്നത് വേറൊരു വിഷയത്തിനാണ്. ഷിൻബെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന റോണൻ ബാർ എന്നുള്ള വ്യക്തിയെ പിന്തുണച്ചുകൊണ്ട് സോളിഡാരിറ്റിയുമായിട്ട് ഏതാണ്ട് 10,000 കണക്കിൽ ആൾക്കാർ, 10,000 എന്ന് പറഞ്ഞാൽ പോരാ, അതിൽ കൂടുതൽ ഓപ്പോസിറ്റ് പാർട്ടിയുടെ മൊത്തം സ്ട്രെങ്ത്തും കാണിക്കുന്ന രീതിയിൽ, അതായത് ലോപ്പിഡ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അയാൾ വിളിച്ചു കൂട്ടിയതാണ് ഇത്രയും ആൾക്കാരെ. തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഊഹിക്കാൻ പറ്റുമല്ലോ, ആ രീതിയിലുള്ള ആ ഒരു ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടാവും. അതൊരു ഡെമോക്രാറ്റിക് നേഷനാണ്. അപ്പൊ അതിനെ ചൊല്ലി തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തു. അതിലുപരിയായിട്ട് ഈ ബന്ദികളെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം അവിടെ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഫാമിലി മെമ്പേഴ്സ്, അതിലുപരിയായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരും കൂടെ ഇതിനകത്ത് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇത്രമാത്രം കൊഴുപ്പിച്ച് നിർത്തിയത്. തൽക്കാലം 50-ലധികം ബന്ദികൾ ഈ ഹമാസിന്റെ പിടിയിലുണ്ട്. അവരെയും കൂടെ രക്ഷിച്ചെടുത്തിട്ടാണ് ഈ ഒരു ഗാസയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു വാർഫീൽഡിൽ ഇറങ്ങി പോയിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അവരെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതിൽ കുറച്ച് ആൾക്കാർക്ക് വിയോജിപ്പുണ്ട്. അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇതിനകത്ത് ഒരു വിഷയം അവർ മറക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ അത് ജീവിച്ചിരിക്കുന്നത് എത്രയാണെന്ന് ഫൈനലൈസ് ചെയ്തിട്ട് വേണമായിരുന്നു ഈ ഒരു രണ്ടാമത് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നാണ് അവരുടെ നിലപാട്, ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ നിലപാട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ സൈഡിലും സാറ്റിസ്ഫൈ ആകുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധത്തിനെ നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം. അവസാന മൊമെന്റ് വരെ ഹമാസ് ഈ ജീവനോടെ ഇരിക്കുന്ന ബന്ദികളെ വിട്ടയക്കില്ല എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഈ ഒരു ഗാസ രണ്ടാമത് ഓപ്പറേഷനിൽ ഇറങ്ങി പുറപ്പെട്ടത്. പിന്നെ ഈ രാജ്യത്തിന്റെ സുരക്ഷയാണ്. ഈ ജീവനോടെയുള്ള 10-12 ബന്ദികളാണോ വലുത്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷിതത്വമാണോ ഏറ്റവും വലുത് എന്നുള്ളതാണ് ഇവിടെ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ലീഡർ എന്നുള്ള നിലയിൽ, ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ നെതന്യാഹു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് എടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഹമാസിന്റെ മുന്നിൽ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഒരു യുദ്ധം നയിച്ചിട്ട് ഹമാസിന്റെ മുന്നിൽ അടിയറവ് പറയേണ്ട ഒരു അവസ്ഥയിൽ ഇസ്രായേൽ എത്തിപ്പെട്ടേനെ. പിന്നെ ഇമോഷണൽ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ പല രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ പുറപ്പെടുവിക്കും. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ആ നോവ ഫെസ്റ്റിവലില് എത്രമാത്രം ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. അപ്പൊ അതിലുപരിയായിട്ട് ഇവർ പിടിച്ചോണ്ട് പോകുന്നതിലൂടെ ഇവർ വധിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പൊ അവിടെയുള്ള ഈ ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ തൽക്കാലം ഇതിൽ ജീവനോടെ ഇരിക്കുന്ന ആൾക്കാരെ വിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഈ അറ്റാക്കിംഗ് മെത്തേഡ് നിർത്തിക്കഴിഞ്ഞാൽ ഹമാസ് കൂടുതൽ അവർ അധപ്പതിച്ച് പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. പിന്നെ ഗാസയ്ക്കുള്ളിൽ നിന്ന് ഒരിക്കലും ഹമാസിനെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാവും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ആക്രമണം. പിന്നെ പലരും പല രീതിയിൽ നെതന്യാഹുവിന്റെ പൊളിറ്റിക്കൽ സേഫ്റ്റി ഇതൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്.
അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് കാര്യം. ഫാർ റൈറ്റ് പാർട്ടികൾ കഴിഞ്ഞ 1.5 മാസത്തിന് മുമ്പ് തന്നെ ഈ ഒരു 42 ഡേയ്സ് ഫസ്റ്റ് ഫേസ് സീസ് ഫയർ വെക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ സപ്പോർട്ടൊക്കെ പിൻവലിച്ചതാണ്. പക്ഷെ എന്നാലും ഈ വാർ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ആകാംക്ഷയിൽ അവർ സർക്കാരിന് കൊടുത്തിരുന്ന പിന്തുണ പിൻവലിച്ചില്ല, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഒരു 10-15 ആൾക്കാരെ ജീവനോടെ തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ്. അതിന്റെ ചർച്ചകൾ ഒരു സൈഡിൽ മുന്നോട്ട് നടക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് US ഉൾപ്പെടെയുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുള്ള റോൺ ഡെർമർ പോലത്തെ ആൾക്കാർ വളരെ കർക്കശമായിട്ട് ഇതിന്റെ നെഗോസിയേഷന്റെ പുറകിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഗാസയ്ക്കുള്ളില് നിർണായകമായിട്ടുള്ള ചില ലീഡേഴ്സ്, അതായത് ഹമാസിന്റെ ഒരുപാട് തലവന്മാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ. ലീഡിങ്ങിലുള്ള ടോപ്പ് മോസ്റ്റ് മീഡിയ പേഴ്സൺ വരെ തട്ടിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് പലപ്പോഴായിട്ട് ഈ ഒരു വാർത്താ മാധ്യമ ചാനലുകളിൽ ചെന്നിട്ട് ഹമാസിന് വേണ്ടിയിട്ട് സ്പോക്സ് പേഴ്സൺ എന്നുള്ള നിലയിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന ആൾക്കാർ വരെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അറ്റാക്ക് അതുപോലെ തന്നെ ഈ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന ലീഡിംഗ് മെമ്പർ ആയിട്ടുള്ള ഒരു ഹമാസിന്റെ തലവൻ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് വാർത്ത. അതായത് ഇങ്ങനെ എത്രത്തോളം ഈ ഒരു യുദ്ധം എക്സ്റ്റെൻഡ് ആയി പോകുന്നോ അത്രമാത്രം ഹമാസിന് ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തീരില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹമാസിന്റെ ലീഡിംഗ് പൊളിറ്റിക്കൽ ഹെഡ്, അതുപോലെ തന്നെ മീഡിയ സ്പോക്സ് പേഴ്സൺ സലാ അൽ ബർദാവിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ IDF-നെതിരെയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന സ്ട്രാറ്റജിക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, ഷിമേലി എന്നാണ് അയാളുടെ പേര്, ഷിമേലി. ഈ ഷിമേലിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലത്തെ ആക്രമണത്തിലാണ് ഈ ഷിമേലി കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ വീണ്ടും ഈ ആക്രമണങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഈ കോർഡിനേറ്റേഴ്സിൽ അഹ്മദ് സൽമാൻ ഔജ് എന്ന് പറഞ്ഞ ഈ വ്യക്തി, ജമാൽ ഒമർ ജമാൽ വദിയ ഇയാളും അതിൽപ്പെടുന്ന ഇയാളും ഈ ഒരു ആസൂത്രകൻ തന്നെയാണ്, കോർഡിനേറ്റർ ആണ്. ഇവർ ഈ അവസാനം പറഞ്ഞ 2 പേരിലുള്ള ഈ വ്യക്തികൾ ഒരുപാട് ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഉള്ളിൽ ആസൂത്രണം ചെയ്ത ആൾക്കാരാണ് ഈ 2 വ്യക്തികൾ. ഇതൊക്കെ ഇസ്രായേലിന്റെ പക്കൽ, IDF-ന്റെ പക്കൽ ടാർഗറ്റ് ലിസ്റ്റ്, മൊസാദിന്റെ ഇസ്രായേലിന്റെ ഇന്റലിജൻസിന്റെ ടാർഗറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ വ്യക്തികളെല്ലാം തന്നെ. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നെയിം ടാഗ് ചെയ്ത് ഇസ്രായേൽ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്റേണൽ വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും ഒരു ഡെമോക്രാറ്റിക് രാജ്യമാകുമ്പോഴത്തേക്കും ഇന്റേണൽ വിഷയങ്ങൾ ഒരുപാട് ഉണ്ടാവും. കോയലേഷൻ പാർട്ടികൾ കൂടിച്ചേർന്ന് ഭരിക്കുന്ന ഒരു സർക്കാരാണ് നെതന്യാഹുവിൻ്റെത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ആൻഡ് ഫോർത്ത് ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും ഈ ഗാസയിലെ യുദ്ധവും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. ഇസ്രായേലിലെ നെതന്യാഹുവിന്റെ പൊസിഷനിൽ ഏതൊരു ലീഡർ വന്നാലും ഗാസയും ഹമാസുമായിട്ടുള്ള നിലപാട് ഇതുപോലെ തന്നെയായിരിക്കും. ഇതിൽ ഒരു പോയിന്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല എന്നുള്ളതാണ്. പിന്നെ നെതന്യാഹുവിനെ പോലെ ഇത്തരം ഇനഫ് ബോൾഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കും. ഇതേ രീതിയിൽ തന്നെ പ്രതിരോധം തീർക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേലിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം തീർക്കുന്നതിൽ അവർ വളരെ മിടുക്കരാണെന്നുള്ളത് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് ഈ ലോകം കണ്ടിട്ടുണ്ട്. 48-ന് ശേഷം ഇസ്രായേൽ എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇസ്രായേലിന്റെ ബോർഡറുകൾ ഓരോ ആക്രമണത്തിലും എത്രമാത്രം സെക്യൂർ ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇപ്പം നിലവിൽ ഈ ഹമാസ് ഉയർത്തുന്ന അഥവാ ഈ പാലസ്തീനിയൻ 2 സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഉയർത്തുന്ന ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1967-68 പോകണമെന്നാണ് പറയുന്നത്. അപ്പൊ അഥവാ അവർക്കിപ്പം 1968, 1967 ഇതൊക്കെ തന്നെയാണ് ഐഡിയൽ ആയിട്ടുള്ള ബോർഡേഴ്സ് ആയിട്ട് അവർക്ക് ഇപ്പൊ തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ട് 68 തോന്നിയില്ല എന്നുള്ളതാണ് ചോദ്യം. ഈ മറുചോദ്യത്തിനുള്ള ഉത്തരം അവരുടെ പക്കൽ ഉണ്ടാവില്ല. കാര്യം അവർ പണ്ട് തൊട്ടേ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതായത് യഹൂദരായിട്ടുള്ള ഇസ്രായേലികളെ പണ്ടും അവരൊരു രാജ്യം എന്നുള്ള നിലയിൽ ആവാതിരുന്നപ്പോൾ പോലും അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പോഴും ഈ ഒരു യുദ്ധം തുടർന്നുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ പലപ്പോഴായിട്ട് ഈ ഒരു ഒളി യുദ്ധം എന്നുള്ള നിലയിൽ അവർ മുന്നോട്ട് എടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ചരിത്രത്തിൽ ഉടനീളം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇനി അഥവാ ബ്രിട്ടീഷ് മാൻഡേറ്റ് കഴിഞ്ഞിട്ട് 1948 ഇസ്രായേൽ എന്ന് പറഞ്ഞുള്ള രാജ്യം ഡിക്ലെയർ ചെയ്ത സമയത്തും അവർ ആ സ്പോട്ടിൽ തന്നെ അവർ യുദ്ധം പ്രഖ്യാപിച്ചതാണ്. അപ്പൊ അഥവാ 1948 തന്നെ അവർക്ക് ഈ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേലിനോട് വിയോജിപ്പാണ്. പിന്നെ എങ്ങനെയാണ് ഒരു 2 സ്റ്റേറ്റ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്? 2 സ്റ്റേറ്റ് അവിടെ ഉണ്ടാവത്തില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് തന്നെ ഒരു ഫേക്ക് ആണ്. അവിടെ ഒരു 2 സ്റ്റേറ്റ് സാധ്യമല്ല എന്നുള്ളത് അറബ് രാജ്യങ്ങൾ പണ്ട് തന്നെ ഉറപ്പുവരുത്തിയതാണ്. അത് സാധ്യമല്ല. അത് സാധ്യമായിരുന്നുണ്ടെങ്കിൽ 1948 തന്നെ അത് ഉണ്ടായേനെ. അതിന് വഴി ഒരുക്കാതെ പോയതിൽ പല ആൾക്കാരുമുണ്ട് പരാജയപ്പെട്ടതിൽ. യാസർ അറാഫത്ത് മുതൽ ഇങ്ങോട്ട് ഈജിപ്ഷ്യൻ ആയിട്ടുള്ള യാസർ അറാഫത്ത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. പാലസ്തീനി അല്ല യാസർ അറാഫത്ത് ഈജിപ്ഷ്യനാണ്. ഗാസ എന്ന് പറഞ്ഞത് ഈജിപ്തിന്റെ പാർട്ടായിരുന്നു. അപ്പം ഈജിപ്തിലുള്ള ആൾക്കാരാണ് ഗാസയിൽ താമസിച്ചിരുന്നത്. പാലസ്തീനികളില്ലായിരുന്നു, ഈജിപ്ഷ്യൻസ് ആണ് ഈ ഗാസയിൽ ഉണ്ടായിരുന്നത്. ഈജിപ്ഷ്യൻസിന്റെ ലീഡർ ആണ് യാസർ അറാഫത്ത്.
അയാളാണ് പാലസ്തീനിയൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞൊരു പേരിട്ടുണ്ട് അവിടെ ഒരു ലിബറേഷൻ ആർമി ഉണ്ടാക്കുന്നത്. ആ രീതിയിലുള്ള ഗാസ ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നും ഈ ഒരു യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ 1948 അല്ല, ഇനി 1967 മതി എന്നാണ് അവർ പറയുന്നുണ്ടെങ്കിൽ, എന്നാൽ പിന്നെ 1967 എന്തിനായിരുന്നു ഈ ഒരു യുദ്ധം? 1967 യുദ്ധം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഗാസയെങ്കിലും അവരുടെ കയ്യിലുണ്ടായേനെ. ഈജിപ്തിന് ഗാസ വിട്ട് പോകേണ്ടി വരില്ലായിരുന്നു, ജോർദാനിന് വെസ്റ്റ് ബാങ്ക് വിട്ട് പോകേണ്ടി വരില്ലായിരുന്നു. ഇപ്പോഴും ജോർദാൻ 1967 മുതൽ ഇപ്പോഴും നീണ്ടു നിൽക്കുമായിരുന്നു ഇസ്രായേലുമായിട്ട് യുദ്ധം ഉണ്ടായില്ലാന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞാല്, ചുരുക്കി പറഞ്ഞാൽ, ഇസ്രായേലിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴൊക്കെ ഇവർ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവർക്ക് ഇവരുടെ സ്ഥലം നഷ്ടപ്പെട്ടതായിട്ടുള്ള ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുപോലെ ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും അന്ന് ഈജിപ്തിന്റെ ഭരണകൂടമാണ് ഗാസയിൽ നിന്ന് പുറത്തു പോയെന്നുണ്ടെങ്കിൽ ഇന്ന് ആ ജനങ്ങളും കൂടെ, ആ ഈജിപ്ഷ്യൻസ് ആയിട്ടുള്ള ജനങ്ങളാണ് ഇപ്പൊ ഗാസയ്ക്കുള്ളത്. ആ ഈജിപ്ഷ്യൻസിനെ, ഞാൻ ഗാസൻസിനെ എന്ന് പറയുന്നില്ല, പാലസ്തീനികളെ എന്ന് പറയുന്നില്ല, ഈജിപ്ഷ്യൻസ്, ഗാസയിലുള്ള ഈജിപ്ഷ്യൻസിനെ തിരിച്ച് ഈജിപ്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. അതാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് മേജർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം ഗാസയാണ് മെയിൻ ഫോക്കസ്. ഗാസയ്ക്കുള്ളിൽ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ തന്നെ രൂപീകരിച്ച് IDFന്റെ കീഴിൽ ഫ്രഷ് ടീമിനെയാണ് ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ഇറക്കി വിടുന്നത്. ഇന്ന് മുതൽ ഗാസയ്ക്കുള്ളിൽ ഒരു സ്പെഷ്യൽ ടീം ഇറങ്ങും. ഇതിലുപരിയായിട്ട് ഇന്ന് ഇത്രയും സ്ഥലങ്ങളിൽ റഫ, ഖാൻ യൂനിസ്, ബൈത്ത് ഹാനൂൻ, നോർത്തേൺ ഗാസ, ഇത്രയും സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള ഗ്രൗണ്ട് ഫോഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എയർ സ്ട്രൈക്കിന്റെ കാര്യങ്ങളൊന്നും പുറത്തു വരത്തില്ല. അതായത് ഇവാക്യുവേഷൻ നോട്ടീസ് കൊടുക്കുന്നത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സ്ഥലങ്ങളിലെല്ലാം ഇവാക്യുവേഷൻ നോട്ടീസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് സ്ഥലങ്ങളെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജനങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ ഒഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഗാസയിൽ ടോട്ടൽ മരണനിരക്ക് 50,000 കഴിഞ്ഞെന്നാണ് പറയുന്നത്. ഈ ഫ്രഷ് അറ്റാക്ക്, രണ്ടാം ഘട്ട അറ്റാക്ക്, ഈ ഒരു സീസ് ഫയർ നിർത്തിയിട്ട് അതിനുശേഷം തുടങ്ങിയ ഫ്രഷ് അറ്റാക്കിൽ ഏതാണ്ട് 1200-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം ഒരു വിഷയം കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, USS ഹാരി എസ് ട്രൂമൻ എന്ന് പറഞ്ഞ ഷിപ്പ് ഓൾറെഡി തന്നെ റെഡ് സീൽ കിടപ്പുണ്ട്. അപ്പൊ അത് ഹൂതികൾക്ക് നേരെ തകൃതിയായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായിട്ട് പസഫിക് ഓഷനിൽ അമേരിക്കയുടെ ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഫ്ലീറ്റ് അവിടെ ഉണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ ഇത് ഈക്വൽ ടു USS ഹാരി ട്രൂമൻ ആണ്. ഈക്വൽ ടു ഇതേ ഷിപ്പ്, ഈ ഒരു ഷിപ്പിന്റെ അതേ കപ്പാസിറ്റികളൊക്കെ ഉള്ള ഒരു ഷിപ്പ് തന്നെയാണ് USS കാൾ വിൽസൺ എന്ന് പറയും. അപ്പൊ USS കാൾ വിൽസനെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് റെഡ് സീലോട്ട്. അതായത് ഈ രണ്ട് ഷിപ്പുകളും കൂടെ ചേർന്ന് യമനില് 2 സൈഡിൽ നിന്നുള്ള ആക്രമണത്തിനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. അതായത് ഈ സുന്നികൾ താമസിക്കുന്ന യമന്റെ ഈ ഒരു പോർഷനിൽ നിന്നും, മാപ്പിൽ ഞാൻ കാണിക്കുന്ന ഈ ഒരു സൈഡിൽ നിന്നും, അതുപോലെ തന്നെ റെഡ് സീയുടെ ഉള്ളിൽ നിന്നും ആ എരിത്രയുടെ ഭാഗത്തു നിന്നുമുള്ള 2 സൈഡിലുള്ള ആക്രമണത്തിനാണ് ഇനിയിപ്പം പദ്ധതിയിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പം സൗദിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന യമനിലെ ഭാഗങ്ങൾ, അതായത് ഈ ഹൂത്തികൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഇറാന്റെ വാക്കും കേട്ട് സൗദിയെ ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടിയിട്ട് കുറേ ഒരു തീവ്രവാദികളെ ഈ ഒരു സൈഡിൽ കൊണ്ട് ഇവർ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സൈഡിലാണ് സൗദിയുടെ ബോർഡറുമായിട്ട് ചേർന്ന് കിടക്കുന്ന ആ യമന്റെ ഭാഗങ്ങളുണ്ട്. അവിടെയാണ് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു യമൻ യുദ്ധം കൊണ്ട് 2 രാജ്യങ്ങൾ നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതിലൊന്ന് സൗദി അറേബ്യ, മറ്റൊന്ന് ഈജിപ്ത്. ഇത് രണ്ടും പറയാതിരിക്കാൻ വയ്യ. പിന്നെ അതിലുപരിയായിട്ട് ഈ ഗ്ലോബൽ ട്രേഡിംഗ്, ആ റൂട്ട് ഒരു മെർച്ചന്റ് ഷിപ്പിന്റെ റൂട്ട് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള 30-35% ട്രാൻസ്ഷിപ്മെന്റ് അതിലൂടെ ഡെയിലി നമുക്ക് ഇന്ത്യയും അതിലൂടെ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഉള്ള ഷിപ്മെന്റ്സ് ഒക്കെ അയക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കും കൂടെ വളരെ നിർണായകമായിട്ടുള്ള സ്ഥലമാണത്. അപ്പൊ എന്തായാലും അമേരിക്ക ഒരു ഗ്ലോബൽ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ആക്രമണം നമ്മൾ നോക്കി കാണേണ്ടത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.